എവർഗ്രീൻ സ്റ്റാർ റഹ്മാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഈ ഓണക്കാലത്ത് ഒമർ ലുലു അണിയിച്ചിരിക്കുന്ന ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ചിത്രമാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. എന്തെങ്കിലും പ്രതീക്ഷകൾ തെറ്റിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ വന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റഹ്മാന്, ബിപിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ, അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി മലയാളത്തിലെ കോമഡി താരങ്ങളെല്ലാം കേന്ദ്ര കഥാപാത്രയ്ക്ക് ഒമർ ലുലു ഈ ഓണത്തിന് അണിയിച്ചിരിക്കുന്ന ഒരു കളർഫുൾ എന്റർടൈനർ തന്നെയായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആദ്യ ദിനം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 23 ലക്ഷം രൂപയും രണ്ടാം ദിനം 26 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം തിരുവോണദിനമായി ഇന്നും വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഒന്നും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ചിത്രം എത്രത്തോളം വലിയ വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രേക്ഷകർ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം, അതോടൊപ്പം തന്നെ കിഷ്കിന്ത കാണാൻ തുടങ്ങിയ 2 ചിത്രങ്ങളും കാണാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് ഒമർ ലുലു ചിത്രമായ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ബുക്കിംഗ് ചെറിയ തോതിലൊക്കെ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ചിത്രത്തിന് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ വരും ദിവസങ്ങൾ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.